1980-കളിൽ ഫൈസർ എന്ന് പറയുന്ന മരുന്ന് കമ്പനി ഒരു മരുന്നിൻ്റെ പരീക്ഷണ ഘട്ടത്തിലായിരുന്നു. രക്താതിസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ, ചെസ്റ്റ് പെയിൻ തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. അത് അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ സ്റ്റേജിലായിരിക്കുന്നു. അതായത് മനുഷ്യരിൽ പരീക്ഷിക്കുന്ന സ്റ്റേജിലാണ്. ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന നെഞ്ചുവേദനയ്ക്കും രക്തസമ്മർദ്ദത്തിനുമൊന്നും ഈ മരുന്ന് വേണ്ടത്ര പ്രയോജനപ്രദമല്ല. അത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ മരുന്ന് എടുത്ത ടെസ്റ്റ് പേഷ്യൻസിൽ കുറേ പേര് ഇതിന് ഒരു സൈഡ് എഫക്റ്റ് റിപ്പോർട്ട് ചെയ്തു. പൊതുവിൽ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പേടിയോടെ നെഗറ്റീവായിട്ട് കാണുന്ന കാര്യമാണ്. പക്ഷേ ഈ മരുന്ന് പരീക്ഷണത്തിന് വിധേയരായ ആളുകൾക്ക് ഈ സൈഡ് എഫക്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ സൈഡ് എഫക്റ്റിലായി പിന്നെ ഫൈസറിൻ്റെ ഫോക്കസ്. അപ്പോൾ ഇതൊരു കൊള്ളാവുന്ന എഫക്റ്റ് ആണെന്ന് തോന്നിയപ്പോൾ അവരതിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലോകത്ത് പോപ്പുലറായ ഒരു മരുന്നായിട്ട് അത് മാർക്കറ്റിലെത്തുകയും ചെയ്തു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആക്സിഡൻ്റൽ ഡിസ്കവറീസിനെ കുറിച്ചാണ്. അതായത് അബദ്ധത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ സയൻസിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. അതിനെ പൊതുവെ ഒരു പേരിട്ട് വിളിക്കാറുണ്ട്, സെറൻഡിപ്പിറ്റി. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്ത എന്നാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഗവേഷകർ ചെന്നെത്തുമ്പോഴാണ് അതിനെ സെറൻഡിപ്പിറ്റസ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലായിട്ട് സയൻസിൽ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യുറേക്ക മൊമെൻറ്റ് എന്ന് അതിനെ വിളിക്കാറുണ്ട്. ആ യുറേക്കയുടെ കഥ തന്നെ നമുക്കൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആർക്കിമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ കഥയുടെ നായകൻ. സിറാക്കൂസിലെ ഹീറോ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന് ഒരു പുതിയ കിരീടം പണിയിപ്പിച്ചു. എന്നാൽ ആ കിരീടം കൈ കിട്ടിയപ്പോൾ രാജാവിന് ഒരു സംശയം, ഈ സ്വർണ്ണ കിരീടത്തിൽ സ്വർണ്ണമാണോ അതോ മറ്റെന്തെങ്കിലും വില കുറഞ്ഞ ലോഹം കൂടി കലർത്തപ്പെട്ടിട്ടുണ്ടോ? ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ രാജാവ് നമ്മുടെ ആർക്കിമിഡീസിനെ ചുമതലപ്പെടുത്തി. പക്ഷേ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഈ കിരീടത്തെ നശിപ്പിക്കാൻ പാടില്ല, അത് മുറിച്ച് ഒന്ന് നോക്കാൻ പാടില്ല. കിരീടത്തിനെ ഒന്നും ചെയ്യാതെ കിരീടത്തിനുള്ളിൽ സ്വർണം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ലോഹമുണ്ടോ എന്ന് കണ്ടെത്തണം. ആർക്കിമിഡീസ് ഇതിട്ട് കുറേ തല പുകച്ചു. കിരീടത്തെ മുറിച്ച് നോക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പണി എളുപ്പമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പിലില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു പബ്ലിക് ബാത്ത് ടബിൽ വെച്ചിട്ട് ആർക്കിമിഡീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ബാത്ത് ടബിലെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ലെവൽ ഉയരുകയും അത് ബാത്ത് ടബിൽ നിന്നും ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ പറയുന്ന ഐഡിയ ഫ്ലാഷ് ചെയ്യുന്നത്. അതായത് ഒരു വസ്തുവിനെ നിങ്ങൾ വെള്ളത്തിലേക്ക് സബ്മർജ് ചെയ്ത് കഴിഞ്ഞാൽ, മുക്കിക്കഴിഞ്ഞാൽ ആ വസ്തുവിന് എത്ര വോളിയം ഉണ്ടോ അത്രയും വെള്ളം അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ സ്വർണത്തിനും വെള്ളിക്കും ചെമ്പിനും ഒക്കെ ഓരോരോ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾക്ക് ഒരേ ഭാരമുള്ള വസ്തുവിന് ഇരിക്കാൻ കുറച്ച് സ്പേസ് മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ കിരീടത്തിന് തുല്യമായിട്ടുള്ള ഭാരമുള്ള ഒരു ഗോൾഡ് പീസ് എടുത്ത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അത് എത്ര വെള്ളം പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യും, ഈ കിരീടം മുക്കിക്കഴിഞ്ഞാൽ എത്ര വെള്ളം ഡിസ്പ്ലേസ് ചെയ്യും എന്ന് നോക്കുക. കിരീടം ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർണ്ണത്തേക്കാൾ ഭാരം കുറഞ്ഞ ഏതോ ലോഹം അതിനകത്ത് മിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ ബേസിക് ആയിട്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫിസിക്സ് തത്വമാണ്. ആർക്കിമിഡീസ് ഇതിങ്ങനെ കണ്ടെത്തുന്നു. ആർക്കിമിഡീസിൻ്റെ ഈ കണ്ടെത്തൽ വളരെ വിപ്ലവകരമായിരുന്നു. അദ്ദേഹത്തിന് തന്നെ ഇത് വലിയ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് ബാത്ത് ടബിലാണെന്നുള്ള കാര്യം മറന്ന് പൂർണ്ണ നഗ്നനായിട്ട് അദ്ദേഹം തെരുവിലൂടെ യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ഓടി എന്നാണ് കഥ. യുറേക്ക എന്ന് പറഞ്ഞാൽ ഐ ഡിസ്കവേർഡ് ഇറ്റ് എന്നാണ്, ഞാൻ കണ്ടെത്തി എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ ഈ ആക്സിഡൻ്റലായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങളെ പൊതുവിൽ യുറേക്ക മൊമെൻറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത്. സയൻസിൻ്റെ ചരിത്രത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ യുറേക്ക മൊമെൻറ്റ്സ് ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ എടുക്കാൻ നമുക്ക്. പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടെത്തൽ. അതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ള കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നുകൂടെ പറയാം. അതായത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ കഥയിലെ നായകൻ. അദ്ദേഹം ഒരു വെക്കേഷൻ കഴിഞ്ഞ് സ്വന്തം ലാബിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു ബാക്ടീരിയോളജിസ്റ്റാണ്. ബാക്ടീരിയകളിലാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. അപ്പോൾ ഒരു ചെറിയ പെട്രി ഡിഷിൽ അദ്ദേഹം ഒരു ബാക്ടീരിയ കോളനി വളർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ആ ബാക്ടീരിയൽ കോളനിയിൽ ഒരു മോൾഡ്, പൂപ്പൽ പിടിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു, ഈ പൂപ്പൽ പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഈ ബാക്ടീരിയൽ കോളനികൾ നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പോകുന്ന എന്തോ ഒന്ന് ഈ പ്രത്യേക മോൾഡ് ഈ ഫംഗസിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ ഫംഗസിൻ്റെ പേരിനുമായിട്ട് ബന്ധപ്പെടുത്തി അതിന് പെനിസിലിൻ എന്ന പേര് കൊടുത്തു.
ഇങ്ങനെയാണ് ആദ്യത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ ജനനം. അതായത് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരു ബാക്ടീരിയൽ കോളനിയിൽ അബദ്ധത്തിൽ പിടിച്ച ഒരു പൂപ്പലാണ്. ഒറ്റ നോട്ടത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം കഷ്ടപ്പെട്ട് വളർത്തിയ ബാക്ടീരിയയുടെ മുകളിൽ ഒരു പൂപ്പൽ പിടിച്ചിരിക്കുന്നുവെന്നും ആ സാമ്പിൾ കണ്ടാമിനേറ്റഡ് ആയി പോയി എന്നും വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിൽ മറ്റൊരു സാധ്യത അദ്ദേഹം കണ്ടെത്തുകയും അത് ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ തോതിൽ മനുഷ്യർ ഇൻഫെക്ഷനിലൂടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഇൻഫെക്ഷനിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വലിയ ബ്രേക്ക് ത്രൂ ആയിട്ട് മാറാൻ ഈ പെനിസിലിന് സാധിച്ചു. അതും ഒരു സെറൻഡിപ്പിറ്റിയാണ്. ഇനി മറ്റൊരു ഉദാഹരണം, 1960കളിൽ ആർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്നിങ്ങനെ 2 ആളുകൾ അവർ ബെൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ഹോൺ ആൻറ്റിന ഉണ്ടാക്കി അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആൻറ്റിനയുടെ പർപ്പസ് എന്ന് പറയുന്നത് മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിൽ നിന്ന് വരുന്ന മൈക്രോവേവ് റേഡിയേഷൻസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ആൻറ്റിനയുടെ പർപ്പസ്. അപ്പോൾ ആ ആൻറ്റിന വെച്ച് മിൽക്കി വേയുടെ പല ഭാഗങ്ങളിലേക്ക് പോയിന്റ് ചെയ്യുക, അവിടുന്ന് വരുന്ന മൈക്രോവേവ്സിനെ പഠിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ അവർ ഈ ആൻറ്റിന എങ്ങോട്ടൊക്കെ തിരിച്ചാലും അവിടെ എല്ലാം ഒരു നോയ്സ് സിഗ്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇതെവിടുന്ന് വരുന്നു അവർക്ക് മനസ്സിലായില്ല. അവരത് മുഴുവൻ മാറ്റി നോക്കി, പല രീതിയിലും പരിശോധിച്ച് നോക്കി, പല സീസണുകളിൽ പല ടെമ്പറേച്ചറിലൊക്കെ അവർ ഈ ആൻറ്റിന പ്രവർത്തിപ്പിച്ച് നോക്കി. ഈ സാധനത്തിന് മാത്രം, ഈ നോയ്സിന് മാത്രം ഒരു മാറ്റവും. പിന്നെ അവർ നോക്കിയപ്പോൾ ആ വലിയ ആൻറ്റിനയ്ക്കുള്ളിൽ പ്രാവുകൾ കൂടുകൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രാവിൻ കാഷ്ടം ഈ ആൻറ്റിനയ്ക്കകത്ത് വീണ് കിടപ്പുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി അവർ ഈ പ്രാവിൻ കാഷ്ടം മുഴുവൻ വൃത്തിയാക്കി. കാരണം ഇത്രയും വലിയ ആൻറ്റിനയിൽ നിന്ന് ഇത് ചെയ്യാന്ന് പറയുന്ന വലിയ പണിയാണ്. പക്ഷെ അവരിതെല്ലാം ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ട് ഈ സിഗ്നൽ പോകുന്നില്ല. വളരെ വൈകി അവർക്ക് മനസ്സിലായി. ഇവിടെ നിന്നും കിലോമീറ്ററുകൾ ദൂരെ വർക്ക് ചെയ്യുന്ന വേറെ കുറേ ശാസ്ത്രജ്ഞർ, അവർ തിയറട്ടിക്കൽ ഫിസിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസഘട്ടത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് കുറേ റേഡിയേഷൻ സ്വതന്ത്രമായിട്ടുണ്ട്. ഈ റേഡിയേഷൻ തിയറട്ടിക്കലായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ഭാഗത്തും ഇപ്പോഴും മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ നിലനിൽക്കുന്നുണ്ടാവും. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് പെൻസിയാസിനും വിൽസണും മനസ്സിലാകുന്നത് അവർ ഈ കണ്ടെത്തിയിരിക്കുന്നത് കുറേ തിയറട്ടിക്കൽ ഫിസിസിസ്റ്റുമാർ കാലങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനാണ്. അതിനെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ഇന്ന് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചിട്ടുള്ള ബിഗ് ബാങ് സിദ്ധാന്തത്തിൻ്റെ ഒരു നെടുംതൂണാണ് എന്ന് പറയാവുന്ന കണ്ടെത്തലാണ്. ഈ കണ്ടെത്തലിന് ഇവർക്ക് 2 നോബൽ പ്രൈസും കിട്ടി. അവർ ശല്യമെന്ന് കരുതി ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ സിഗ്നലാണ് മറ്റു കുറേ ആൾക്കാർ തല പൊഞ്ഞ് കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതും മറ്റൊരു സെറൻഡിപ്പിറ്റിയാണ്. അതുപോലെ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബിനുള്ളിൽ, വാക്വം ട്യൂബിനുള്ളിലൂടെ ഇലക്ട്രോണുകളെ കാഥോഡ് വികിരണങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്, ഇലക്ട്രോണുകളെ കടത്തിവിട്ട് ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഞ്ചൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം ഇതിനെ നല്ല ടഫ് ആയിട്ടുള്ള കറുത്ത ബ്ലാക്ക് കാർഡ്ബോർഡ് ഉപയോഗിച്ച് മറച്ചൊക്കെയാണ് ഈ പരീക്ഷണം ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ റൂമിൻ്റെ മറുവശത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എക്സ്പോസ്ഡ് ആയി പോകുന്നു. അദ്ദേഹം എത്ര നോക്കിയിട്ട് ഈ സംഗതി അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ കാണാൻ കഴിയാത്ത എന്തോ വികിരണങ്ങൾ കൂടി അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് റോൺജന് മനസ്സിലാകുന്നു. റോൺജൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തു. സ്വന്തം ഭാര്യയുടെ കൈ ഈ വികിരണങ്ങളുടെ ഇടയിൽ വെച്ച് നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടത് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഈ കൈയുടെ ഒരു ചിത്രം വീഴുന്നു. കൈയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ കൈയുടെ അകത്തുള്ള അസ്ഥികളുടെയും ആ വനിത ധരിച്ചിരുന്ന അവരുടെ വെഡ്ഡിങ് റിങ്ങിൻ്റെയും ചിത്രം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫാണ്. ആദ്യത്തെ എക്സ്റേ ഇമേജ്. ഇത് എന്ത് തരം വികിരണമാണെന്ന് ഒരു പിടിയും കിട്ടാത്ത റോൺജൻ അതിനെ വിളിച്ച പേരാണ് എക്സ് റേ. പൊതുവെ സയൻസിൽ ഈ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെ തൽക്കാലത്തേക്ക് എക്സ് എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവസാനം അത് എന്താണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ ആ വാല്യൂ അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് അതിനെ എക്സ്റേ എന്ന് വിളിക്കാമെന്നാണ് റോൺജൻ വിചാരിച്ചതെന്നുണ്ടെങ്കിലും പിന്നീട് അതിന് വേറൊരു പേര് കൊടുക്കാൻ ആരും മെനക്കെട്ടില്ല. ഇന്നും നമ്മൾ അതിനെ എക്സ്റേസ് എന്ന് വിളിക്കുന്നു. ഈ കണ്ടെത്തൽ നടന്ന് 6 മാസത്തിനുള്ളിൽ എക്സ്റേ ഇമേജിംഗ് എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിനെ മൊത്തം മാറ്റിമറിക്കുന്ന വിപ്ലവമായിട്ട് ഒരു സാങ്കേതിക വിദ്യയായിട്ട് വന്നു. അതും ഒരു അപകടം അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ പെഴ്സി സ്പെൻസർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഒരു മാഗ്നട്രോൺ എന്ന് പറയുന്ന ഉപകരണത്തിനടുത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാഗ്നട്രോൺ എന്ന് പറയുന്നത് മൈക്രോവേവുകൾ ഉണ്ടാക്കാനുള്ളൊരു ട്യൂബാണ്, ഒരു പ്രത്യേക വസ്തുവാണത്. അതിനടുത്ത് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ചോക്ലേറ്റ് ബാർ അത് മൊത്തം മെൽറ്റായിപ്പോയി. അപ്പോൾ ഇത് എന്തിൻ്റെ ഇഫക്റ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തായാലും ഈ മാഗ്നട്രോണിൻ്റെ ട്യൂബിനടുത്ത് നിൽക്കുമ്പോഴാണ് സംഭവിക്കുന്നതെന്ന് കണ്ട അദ്ദേഹം അതിൻ്റെ സൈഡിൽ കുറച്ച് കോൺ സീഡ്സ് വെച്ച് നോക്കി. അപ്പോൾ അത് പോപ്പ് ചെയ്യാൻ തുടങ്ങി.
പോപ്കോൺസ് നമ്മൾ വിളിക്കുന്ന സംഗതി. ഇവിടെ നിന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് റഡാർ റേഞ്ച് എന്ന് അദ്ദേഹം പേരിട്ട ഒരു പുതിയ ഉപകരണമാണ്. മൈക്രോവേവ് ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള സാങ്കേതികവിദ്യ. മൈക്രോവേവ് ഓവൻ എന്ന പേരിൽ ഇന്ന് വളരെ സാധാരണമായിട്ട് നമ്മൾ ചുറ്റും കാണുന്ന ഈ സംഗതി, ഈ പോക്കറ്റിൽ കിടക്കുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് കണ്ട് ഈ സ്പെൻസറിന് തോന്നിയ ഒരു ഐഡിയ ആണ്. അതും അദ്ദേഹം കണ്ടെത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹം മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതിനടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ മൈക്രോവേവ് അവൻ കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അല്ല അദ്ദേഹം പ്രവർത്തിച്ചിരുന്നെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സാങ്കേതിക വിദ്യ നമുക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചുകൊണ്ടാണ്. അങ്ങനെ സയൻസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അബദ്ധത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം, ഇങ്ങനെ അബദ്ധങ്ങളാണോ പലപ്പോഴും ഇത്തരം കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്നത്? ഇതേ ചാനലിൽ നമ്മൾ മുമ്പ് ഈ സയൻസിലെ ഡിസ്കവറി പ്രോസസ്സ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്, അത് എത്രത്തോളം ശ്രമകരമാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം ഇവിടെ അബദ്ധങ്ങളുടെ രൂപത്തിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ അബദ്ധങ്ങൾ മതി അല്ലേ, അല്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, ചിലപ്പോൾ ചെറിയ ആക്സിഡൻറ്റിലൂടെ ആയിരിക്കും നമ്മൾ വലിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്, അങ്ങനെ ഒരു സാധ്യത തുറന്നു കിടപ്പുണ്ട് എന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ അബദ്ധങ്ങൾ ഏത് സാഹചര്യത്തിൽ ആർക്ക് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം ഉണ്ടല്ലോ, ഐസക് ന്യൂട്ടൻ്റെ. അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണപ്പോഴാണ് അദ്ദേഹം ഗ്രാവിറ്റി കണ്ടെത്തിയത് എന്നാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ തലയിൽ ആപ്പിൾ വീണിട്ടില്ല, പക്ഷേ താഴേക്ക് വീഴുന്ന ഒരു ആപ്പിളിനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഐഡിയ കിട്ടിയത്, ഈ സ്പാർക്ക് ഉണ്ടായത്, ഈ യുറേക്ക മൊമെൻ്റ് ഉണ്ടായത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനുശേഷം 1939 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 കെമിസ്റ്റുകളാണ് ഫ്ലെമിങ്ങിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെനിസിലിൻ എന്ന് പറയുന്ന രാസവസ്തുവിനെ അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതിൽ വിജയിക്കുന്നത്. കാരണം ഫ്ലെമിങ്ങിന് കെമിസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു, ഇവർ രണ്ടുപേരും കെമിസ്റ്റുമാരായതുകൊണ്ട് അവർക്ക് അത് സാധിച്ചു. എന്നിട്ട് 1941 ആൽബർട്ട് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ടെർമിനൽ ഇൻഫെക്ഷൻ കാരണം മരണസാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ അവർ ഈ കോമ്പൗണ്ട് പരീക്ഷ ചെയ്യുന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള റിക്കവറിയാണ് ഈ പോലീസുകാരിൽ അവർ നിരീക്ഷിച്ചത്. പക്ഷേ 5 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ള പെൻസിലിൻ സ്റ്റോക്ക് തീർന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ വലിയ മിറാക്കുലസ് എന്ന് കരുതാവുന്ന റിക്കവറി കാണിച്ചുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒടുവിൽ ഈ രോഗബാധയ്ക്ക് കീഴടങ്ങുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ പെൻസിലിൻ വേർതിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു, പക്ഷേ മാസ് പ്രൊഡ്യൂസ് ചെയ്യുക, വലിയ അളവിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോഴും ഒരു വലിയ പ്രശ്നമായിരുന്നു. അവിടെ നിന്ന് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഭാഗത്ത് വളർന്ന ഒരു പ്രത്യേകം തണ്ണിമത്തൻ സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാന്റിൽ വലിയ തോതിൽ ഈ മോൾഡിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നും അങ്ങനെ വലിയ തോതിൽ പെൻസിലിൻ എക്സ്ട്രാക്ട് ചെയ്യാനും സാധിക്കും എന്ന കണ്ടെത്തൽ വരുന്നത്. പറഞ്ഞു വരുന്നത് ഫ്ലെമിങ്ങിനും ശേഷം ഒരുപാട് കാലത്തിന് കഴിഞ്ഞ ശേഷമാണ് പെൻസിലിൻ നമ്മളറിയുന്ന ആൻറ്റിബയോട്ടിക്കായിട്ട് മാറുന്നത്. അപ്പോൾ കഥകൾ പലപ്പോഴും വളരെ റൊമാൻറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് വിളിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ പശ്ചാത്തലമില്ലാത്ത ഒരാൾ ബാക്ടീരിയൽ കോളനിയിൽ മോൾഡ് പിടിച്ചിരിക്കുന്നത് കണ്ട് ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യത, അപ്പോൾ ഞാൻ 2-3 ആഴ്ച അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് വളർത്തിയെടുത്ത ബാക്ടീരിയൽ കോളനി പൂപ്പൽ പിടിച്ച് നശിച്ചുപോയി, എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാം എന്നായിരിക്കും ചിന്തിക്കുക. അവർ പെനിസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. അതായത് ഒരു ട്രെയിൻഡ് മൈൻഡിന് മാത്രമാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ലൂയി പാസ്റ്ററിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലക്ക് ഫേവേഴ്സ് ഹൂ ഈസ് പ്രിപ്പയർഡ് എന്നുള്ളതാണ്. തയ്യാറെടുത്ത ആളുകളെയാണ് എപ്പോഴും ഭാഗ്യം സഹായിക്കുന്നത്. അതായത് അവർക്ക് ഒരു ട്രെയിൻഡ് മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവസരങ്ങളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. നമ്മളുടെ മനസ്സ് അത്രത്തോളം പ്രിപ്പയർഡ് അല്ല, നമ്മൾ അതിൽ അത്രത്തോളം എഫർട്ട് ഇട്ടിട്ടില്ല, നമ്മൾ ആ ഏരിയയിൽ ഒട്ടും ചിന്തിക്കുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ പലപ്പോഴും അത്തരം സാധ്യതകൾ ഉണ്ടായാൽ പോലും നമ്മളുടെ കണ്ണിലത് പെടില്ല, നമ്മളത് ശ്രദ്ധിക്കില്ല, നമ്മളത് ഫോളോ അപ്പ് ചെയ്യില്ല, അത് പിന്നെ ബ്രേക്ക് ത്രൂ ആകാനുള്ള സാധ്യതയും എന്നേക്കുമായിട്ട് അടഞ്ഞു പോകും. അപ്പോൾ ലൂയി പാസ്റ്ററിൻ്റെ വാചകം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സയൻസ് അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റുകളിലൂടെ അങ്ങനെയുള്ള ബ്രേക്ക് ത്രൂസ് ഉണ്ടാക്കുന്നില്ല. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ മുമ്പ് ഇതേ ചാനലിൽ സംസാരിച്ചതുപോലെ സയൻറ്റിഫിക് ഡിസ്കവറി എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അത് തുടങ്ങുന്നത് നിലവിലുള്ള അറിവുകളെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണയിൽ നിന്നാണ്. അതിന് നമ്മൾ നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യരാശി കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. സയൻസിൻ്റെ ഭാഷയിൽ അതിനെ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് വിളിക്കും. അതിൽ നിന്നും കണ്ടെത്തപ്പെടേണ്ട കാര്യങ്ങൾ, നിലവിലെ അറിവിലുള്ള ഗ്യാപ്പ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള ചില ഹൈപ്പോത്തസിസുകൾ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ ഹൈപ്പോത്തസിസുകളെ
കൃത്യമായി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസ് നമ്മുടെ പ്രശ്നത്തിലുള്ള പരിഹാരമായിട്ട് മാറും. അത് നമ്മൾ കണ്ടെത്തിയ പരിഹാര മാർഗം അവസാനമാകുന്നില്ല. അത് നമ്മൾ പിയർ റിവ്യൂ എന്ന പേരിൽ ഇതേ മേഖലയിലുള്ള മറ്റാളുകളെ കൊണ്ട് വെറ്റ് ചെയ്യിക്കുന്നു. അവരുടെ നിർദ്ദേശങ്ങൾക്കും അവരുടെ വിമർശനങ്ങൾക്കും ഒക്കെ അത് വിധേയമാക്കുന്നു. അങ്ങനെ ഒരു ലോങ് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് പ്രശ്നപരിഹാരമായിട്ട് അത് മാറുന്നത്. അവയിൽ ചില പ്രശ്നപരിഹാരങ്ങളാണ് ബ്രേക്ക് ത്രൂ ആയിട്ട് മാറുന്നത്. അല്ലാതെ വെറും ഒരു ആക്സിഡൻറ്റിലൂടെ സയൻസിൽ അത്ഭുതങ്ങൾ സംഭവിക്കില്ല. അത്തരം കഥകൾ നിൽക്കുന്നത് അവയ്ക്ക് ഒരു റൊമാൻറ്റിക് പരിവേഷമുള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ അതിനെ വൈറലാക്കാൻ പഴയ ഭാഷയിലും പുതിയ ഭാഷയിലും ഒക്കെ ഇത് പ്രവൃത്തി ഒന്ന് തന്നെയാണ്. ഇത്തരം ചില മസാല എലമെൻ്റ് വരുമ്പോൾ ആ വാർത്ത പെട്ടെന്ന് അങ്ങ് വൈറലാകും എന്നേ ഉള്ളൂ. അതിനപ്പുറം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ അത്ര ലളിതമല്ല. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.